നാഗകന്യകേ, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ രാജുവിന്റെ കഴുത്തിലെ രക്ഷ അവനെ പറ്റിച്ചൂരി മാറ്റിയെങ്കിലും നിന്നെ കൊണ്ട് അവനെ കൊല്ലാൻ സാധ്യമല്ല. എന്റെ സുഹൃത്തിനെ നീ എങ്ങനെ കൊല്ലുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. നിന്റെ മാതാപിതാക്കളെ കൊന്നതുപോലെ നിന്നെയും കൊല്ലാൻ വേണ്ടി ഞാൻ ഇത്രയും നാള് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് നീ എന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. നീ മരിച്ചാൽ മാത്രമേ നാഗമാണിക്യം എനിക്ക് സ്വന്തമാവും. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവും. വിടില്ലടി നാഗകന്യകേ, നിന്നെ ഞാൻ വിടില്ല. രുദ്രൻ ചെറിയച്ചൻ ഇത്ര വേഗത്തിൽ എങ്ങോട്ടാ ഈ ഓടുന്നേ? ചെറിയച്ചൻ ഇങ്ങനെ ഓടുന്ന കാണുമ്പോ ആർക്കും അപകടം പറ്റുന്ന തോന്നേ. അതുപോലെ രാജു അങ്കിൾ പരിഭ്രമിച്ച് പുറത്തേക്ക് ഓടി. ഒരുപക്ഷെ അങ്കിളിന് എന്തെങ്കിലും പറ്റിക്കാണുമോ? അതല്ലെങ്കിൽ രാജു അങ്കിളിന് ഇങ്ങനെ ഓടിക്കുന്നത് രുദ്രൻ ചെറിയച്ചനായിരിക്കുമോ? ഒന്നും മനസ്സിലാവുന്നതുമില്ല. രാജു, രാജു നിക്ക്. നീ ഇത് എങ്ങോട്ടേ പോകുന്നേ? രാജു,
എന്താ പറഞ്ഞത്? അറിയാതെ ചെയ്തതെന്നോ? നീ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞാൽ മരണപ്പെട്ട എന്റെ മാതാപിതാക്കൾ തിരിച്ചു വരുമെന്നാണോ? കാണാതെയായ ഞങ്ങളുടെ വംശത്തിന്റെ സ്വത്തായ ദൈവശക്തിയുള്ള ആ നാഗമാണിക്യം എനിക്ക് തിരിച്ചു കിട്ടുമെന്നാണോ? പറയടാ, നിനക്കറിയാം ആ നാഗമാണിക്യം എവിടെയുണ്ടെന്ന്. മറ്റു ദുഷ്ടന്മാരെല്ലാം എവിടെയുണ്ടെന്ന് നീ പറയാ. ഇല്ല, എനിക്കറിയില്ല. നാഗമാണിക്യം എവിടെയാ ഉള്ളതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. നിന്റെ കൂടെയുള്ള പാപികൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാമല്ലോ. പറയടാ, അവരെവിടെയുണ്ട്? അവരെവിടെയാണുള്ളതെന്ന് ഞാനിപ്പോ പറഞ്ഞ ഈ നാഗകന്യക അവരെയും കൊല്ലും. ഞാൻ മരിച്ചാലും സാരമില്ല, അവരെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. അവരെവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാഗകന്യയ്ക്ക് അവരെ കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, അവരുടെ കഴുത്തിലെ രക്ഷയുണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല, പറയാനും പാടില്ല. അവരെ രക്ഷിക്കണം. എന്റെ ഫ്രണ്ട്സിന് ഒരു ആപത്തും വരരുത്. പറയടാ, മറ്റുള്ളവരെവിടെ? നീ ഈ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇവിടെ തന്നെ ഉണ്ടാവും. പറയടാ, അവരെല്ലാം എവിടെയുണ്ടെന്ന്. ഇല്ല, നീ വിചാരിക്കുന്നത് പോലെ അവര് നാട്ടിലില്ല. തക്ഷക വനത്തിൽ നിന്ന് വന്ന ശേഷം എല്ലാവരും ഓരോ വഴിക്ക് പോയി. സത്യമായിട്ട് അവരെവിടെയാ ഉള്ളതെന്ന് എനിക്കിപ്പോ അറിയില്ല. അല്ലടാ, നീ വീണ്ടും കള്ളം പറയുകയാണ്. അവരെവിടെയുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പറയൂ, അവരേത് നാട്ടിലാണെന്ന് പറയൂ. അതെ, അവരെവിടെയുള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നീ ഉറപ്പായിട്ടും അവരെ തേടി അങ്ങോട്ടേക്ക് പോവും. നീ പറയില്ലടാ. അപ്പൊ നീ പറയില്ല? ആ, പറയില്ല. എന്നാ നീ മരിക്ക്. രാജു, 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 രാജു. രാജു, ചെറിയച്ച, എന്താ പറ്റിയത്? രാജു അങ്കിൾ എവിടെ? ചെറിയച്ച, രാജു അങ്കിൾ താനെ ഇവിടുന്ന് താഴേക്ക് വീണതാണോ അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അദ്ദേഹം എന്തിനാ ഇവിടുന്ന് ചാടുന്നേ? അങ്കിളിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചു മുന്നേ അല്ലേ കണ്ടത്. അപ്പോഴും അങ്കിൾ ഹാപ്പി ആയിരുന്നു. ഇതാരോ കൊലപ്പെടുത്തിയതാ. ആർക്കാ അങ്കിളിനോട് ഇത്ര ദേഷ്യം?
കൊന്നതുകൊണ്ട് എന്ത് ലാഭം കിട്ടാനാ? അച്ഛാ, അമ്മേ, നിങ്ങളെ വധിച്ചവരിൽ ഒരാളെ ഞാൻ ഇന്ന് കൊന്നു. ബാക്കിയുള്ളവരെയും കണ്ടെത്തി ഞാൻ എന്റെ പ്രതികാരം തീർത്തിരിക്കും. കൂടാതെ അവരുടെ കൈവശമുള്ള നാഗമാണിക്യം സ്വന്തമാക്കി എന്റെ അമ്മയ്ക്ക് വീണ്ടും ജീവൻ ഞാൻ തിരികെ നൽകും. വിടില്ല അമ്മേ, ആരെയും വിടില്ല. ഇത്രയും നാളത്തെ പോരാട്ടത്തിൽ എനിക്ക് ആദ്യ വിജയം കിട്ടിയിരിക്കുന്നു. ഈ വിജയം എന്റെ അടുത്ത പ്രതികാരത്തിനായുള്ള പാത തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന, ഞാൻ പൂജിക്കുന്ന എന്റെ മഹാദേവൻ എന്നെ കൈവിടില്ല. രാജു, 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 രാജു. നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? രക്ഷ അഴിക്കരുത് അഴിക്കരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ? ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതല്ലടാ. ആ നാഗകന്യക ഏത് രൂപത്തിൽ വേണമെങ്കിലും വരുമെന്ന്. ആ നാഗകന്യക എന്റെ രൂപത്തിൽ വന്ന് നിന്റെ കഴുത്തിലെ രക്ഷ അഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്ന ഭസ്മെങ്കിലും നിനക്ക് വിതറായിരുന്നില്ലേ? ഇപ്പൊ നീ കിടക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ അവളെ കൊണ്ട് നിർത്തുമായിരുന്നില്ലടാ. എന്തിനാടാ ഇങ്ങനെ ചെയ്തത് രാജു? എടീ നാഗകന്യക, എന്റെ കൂട്ടുകാരനെ നീ കൊന്നുവല്ലേ? നിന്നെ ഞാൻ വിടില്ലടി. നീ ഈ ലോകത്തുള്ള ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നിന്നെ കണ്ടുപിടിച്ച് നിന്റെ ജീവൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് രുദ്രൻ നല്ലടി. ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന പാർട്ടിയിൽ ഇങ്ങനെ ഒരു അപശകനം ഉണ്ടായി. രാജു നല്ലൊരു പയ്യനാ. എന്തിനാ അവൻ പേടിച്ചോടിയത്? പെട്ടെന്നിങ്ങനെ ഓടാൻ എന്തു പറ്റിയതാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശി, ഞാൻ വന്നപ്പോൾ മുതൽ രാജോങ്കലിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വന്ന സമയത്ത് രാജോങ്കൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ അർജുൻ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എന്താ കാര്യം എന്നറിയില്ല, അദ്ദേഹം ഭയങ്കര പേടിയിലായിരുന്നു. നീ എന്താ പറയുന്നേ കരൺ? ഒരു കുഴപ്പമില്ലാത്തവൻ പെട്ടെന്ന് ഇങ്ങനെ പേടിക്കാൻ എന്താ സംഭവിച്ചത്? അറിയില്ലമ്മേ, പക്ഷേ ചെറിയച്ഛനെ കണ്ടിട്ട് അങ്ങനെ പേടിച്ചതെന്ന് പ്രകാശങ്ങൾ പറഞ്ഞായിരുന്നു. വാട്ട്? രുദ്രനെ കണ്ടു ഭയന്നോ? ഡാ,
അവര് കുഞ്ഞുനാൾ മുതലേ സുഹൃത്തുക്കളാടാ. ആ, ഞാൻ ഇന്നലെ ചെറിയച്ഛന്റെ പുറകെ പോയി എന്നുള്ളത് സത്യവാ. എന്നാ ഞാനും ചെറിയച്ഛനും കൂടി അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ രാജു അങ്കിൾ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്തിരുന്നു. ചെറിയച്ഛനോട് ഞാൻ കാര്യം ചോദിച്ചു, പക്ഷേ ചെറിയച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. മോസ്റ്റ്ലി ചെറിയച്ഛനൊന്നും അറിയില്ലെന്നാ തോന്നുന്നേ, അതായിരിക്കും പറയാത്തത്. ഇന്നലെ രുദ്രനും രാജുവും തമ്മിൽ എന്തെങ്കിലും വഴക്കോ മറ്റോ ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അച്ഛാ. രാജു അങ്കിൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. ഞാനല്ലേ കേക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. രുദ്രൻ ചെറിയച്ഛനും രാജു അങ്കിളും ഒരുമിച്ച് അവിടെ നിന്നതും. പിന്നെ അവൻ എന്തിനാ സൂയിസൈഡ് ചെയ്തത്? അങ്ങനെ ചെയ്യാൻ എന്തായിരിക്കും കാരണം? എന്താ സംഭവിച്ചതെന്ന് രുദ്രനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അല്ലാതെ അർജുൻ എന്തറിയാനാ? രുദ്രനൊന്ന് നിന്നേ. എന്തു പറ്റി? എന്തു പറ്റിന്ന് വെച്ചാ? രാജു എങ്ങനെയാ മരിച്ചതെന്ന് എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയോ? പെട്ടെന്ന് അവൻ സൂസൈഡ് ചെയ്യാനുള്ള കാരണം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രുദ്ര? ബർത്ത്ഡേ പാർട്ടിയിൽ സന്തോഷമായിരുന്നവൻ പെട്ടെന്ന് പേടിച്ചു പോയി എന്ന് കരൺ പറയുന്നു. അങ്ങനെ പേടിക്കാനും മാത്രം എന്താ ഉണ്ടായേ? ഇവിടുന്ന് പോയി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാ അവന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഏട്ടത്തി. എന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ അവൻ നിന്റെ സുഹൃത്താ. അവന്റെ സങ്കടവും പ്രശ്നവും എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ചോദിക്കുന്നേ. അവൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടുന്ന് പേടിച്ചോടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചുപോയി. നമുക്ക് പേടിയാവില്ലേ? അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നേ, അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? പറയേ അമ്മേ പ്ലീസ്, എനിക്കൊന്നും അറിയില്ല അറിയില്ല അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുക. വീണ്ടും വീണ്ടും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ഭ്രാന്തനാക്കരുത്. ദയവ് ചെയ്ത് എനിക്കൊരു അല്പ സമാധാനത്തിൽ. അങ്ങനെയല്ല രുദ്ര. ഏട്ടാ പ്ലീസ്, എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത്. ഞാനിപ്പോ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. അമ്മേ, ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണെന്നറിയോ? പ്രതികാരത്തിന്റെ ആദ്യ ചുവട് വച്ചു കഴിഞ്ഞു. അമ്മയും അച്ഛനെയും വധിച്ച ശത്രുക്കളിൽ ഒരാളെ ഞാൻ ഇന്ന് കൊന്നിരിക്കുന്നു. അവന് ബലി കൊടുത്തു അമ്മേ. ഇതമ്മയുടെ മരണത്തിന് എന്റെ ആദ്യ പ്രതികാരമാണ്. ഇന്നൊരു ബലി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് വീണ്ടും വീണ്ടും ബലികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ വധിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാവരുടെയും ജീവൻ ഞാൻ എടുത്തിരിക്കും. ആ ശത്രുക്കളുടെ കൈവശമുള്ള നാഗമാണിക്യം തിരികെ എടുത്ത് അമ്മയ്ക്ക് ഞാൻ ജീവൻ തിരികെ നൽകും. ഈ പോരാട്ടത്തിൽ എനിക്ക് തടസ്സമായി ആര് വന്നാലും അത് അവരുടെ നാശത്തിനാണ്. ആരൊക്കെ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും
എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല. ഇടി നാഗകന്യകെ, നീ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊന്നു അല്ലേ? നീ എവിടെയാണെങ്കിലും നിന്നെ ഞാൻ കണ്ടുപിടിച്ച് നിന്റെ മാതാപിതാക്കളെ കൊന്നതിനേക്കാൾ ക്രൂരമായി നിന്നെ ഞാൻ കൊന്നില്ലെങ്കിൽ എന്റെ പേര് രുദ്രനെന്നല്ല. എന്താ രുദ്ര, നീ എന്താ ടെൻഷനായിരിക്കുന്നത്? ഏട്ടാ, അത് നിന്റെ ഫ്രണ്ട് മരിച്ചതുകൊണ്ടാണോ ഇത്രയും ടെൻഷൻ? അതെ ഏട്ടാ, ശരിയാണ്. എന്താ രുദ്ര, ആത്മഹത്യ ചെയ്യാനും മാത്രം അവൻ എന്ത് പ്രശ്നമുള്ളത്? അവൻ ഹാപ്പി ആയിരുന്നല്ലോ. മാത്രമല്ല, എന്തിനാ അവൻ ഇവിടുന്ന് പോയത്? എന്താണെന്ന് എനിക്കും അറിയില്ല. കള്ളം പറയാതെ രുദ്ര. കരൺ പറഞ്ഞിരുന്നു അവൻ പാർട്ടിയിൽ വെച്ച് ആരെയോ കണ്ട് ഭയന്നോടിയെന്ന്. അത് സത്യമല്ലേ? ആരെ കണ്ട അവൻ ഭയന്നോടിയത്? ഏട്ടാ, എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? എനിക്കൊന്നും തന്നെ അറിയില്ല. അവൻ ആരെ പേടിച്ചാ ഓടിയെന്ന് പോലും. നീ വീണ്ടും കള്ളം പറയുന്നു രുദ്ര. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും നിന്റെ കയ്യിൽ ഉത്തരവുണ്ട്. എന്നാൽ നീ എന്റെ മുന്നിൽ സത്യം മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ദേ നോക്കൂ രുദ്ര, നിന്റെ ഫ്രണ്ട് രാജുവിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അവൻ പേടിത്തൊണ്ടനായിരിക്കാം. എന്നുവെച്ച് അവൻ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോ ഇവിടെ നിന്ന് പോയി ബിൽഡിംഗിൽ നിന്ന് വീണു മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? സൂയിസൈഡ് ചെയ്യാൻ മാത്രം എന്തുണ്ടായി? അത് സൂയിസൈഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ ആരോ കരുതിക്കുട്ടി കൊല ചെയ്തതാ. ഐ മീൻ, ദിസ് ഈസ് എ പ്രീ പ്ലാൻഡ് മർഡർ. അതെ ഏട്ടാ, ഇതൊരു കൊലപാതകമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഊഹിച്ചത് കറക്റ്റാണ്. എന്നുവെച്ചാൽ അവനെ കൊന്നത് ആരാണ്? അവനെ കൊന്നത് ഒരു മനുഷ്യനല്ല. നീ എന്താ പറയുന്നത് രുദ്ര? കൊലപാതകമാണ്, പക്ഷെ മനുഷ്യൻ ചെയ്തതല്ലെന്ന് പറയുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? രാജുവിനെ കൊന്നത് ഒരു ഇച്ഛാധാരി നാഗകന്യകയാണ്. നാഗകന്യകയോ? അതെ ഏട്ടാ.